ഒരു വീട്ടിൽ പോയി. ഇവിടെ പലരും പറയുന്നു നാടും വീടും നടന്ന് കവലകളിലും കോളനികളിലും കോണിലും നടന്ന് നിങ്ങൾ ബൈബിൾ പ്രസംഗിച്ച ആൾക്കാരെ നിങ്ങളുടെ സഭയിലും മതത്തിലും ചേർക്കുന്നു. ഒരിക്കലും ഒരു മനുഷ്യനെ നമ്മൾ നിർബന്ധിച്ച് അല്ലെങ്കിൽ സാമ്പത്തികമോ അതുപോലെയുള്ള ഭൗതികമായ കാര്യങ്ങൾ നൽകാമെന്ന് വ്യാമോഹിപ്പിച്ച് കൊണ്ടുവന്നാൽ എത്ര കാലം നിൽക്കാൻ പറ്റും? കർത്താവായ യേശുക്രിസ്തുവിനെ സേവിക്കുകയും ആത്മാവിലും സത്യത്തിലും അന്യഭാഷയിൽ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുകയും ഈ ദൈവവചനം പ്രസംഗിക്കുകയും കർത്താവിൻ്റെ സാക്ഷികളായി സമൂഹ മധ്യത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ഈ സമൂഹം നൽകുന്നത് നിന്ദയും പരിഹാസവുമാണ്. ഇവിടെ ആരും നോട്ടുമാലയിട്ട് പെന്തിക്കോസുകാരെ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല, ചെയ്യുകയില്ലെന്നറിയാം. ഇതൊക്കെ ഒരിക്കൽ നമ്മൾ മറ്റൊരു സന്ദേശത്തിൽ പറഞ്ഞ കാര്യമാണ്. അവരുടെ കൂടെ കൂടാത്ത ഒരു കൂട്ടം ആൾക്കാരായിട്ടാണ് അവർ ആത്മീയ ലോകത്തെ കാണുന്നത്. അങ്ങനെ തന്നെ നിൽക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. മദ്യസദസ്സിൽ കൂടാത്ത, ചീട്ടുകളി സദസ്സിൽ കൂടാത്ത, മറ്റുള്ളവരുടെ ജീവിതത്തിലെ കുറ്റങ്ങളും മറ്റു വീട്ടിലെ കുറ്റങ്ങളും പറയുന്ന ആ ഒരു സംഘത്തിനകത്ത് ചേരാതെ അവരോടുള്ള സ്നേഹത്തോടെ അതിൽ നിന്ന് അവരെ ക്രിസ്തുവിങ്കിലേക്ക് നയിച്ച് അവർക്ക് മാനസാന്തരവും അവരുടെ പാപവഴികളെ വെടിഞ്ഞ് അവരുടെ അധ്വാനം മദ്യഷാപ്പുകാരും മറ്റ് ശാലക്കാരും കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് അവരെ വിടുവിച്ച് രക്ഷിച്ച് മദ്യത്താലും മയക്കുമരുന്നിനാലും അല്പം മുമ്പ് നമ്മൾ കേട്ടു, മദ്യത്തിനും മയക്കുമരുന്നും അടിമകളായി സ്വന്തം മാതാവിനെ തിരിച്ചറിയാൻ മേല, സ്വന്തം പെങ്ങളെ അറിയത്തില്ല, പിതാവിനെ അറിയില്ല, അയൽവാസി അറിയില്ല, 10-26 വെട്ടുവെട്ടിയാണ് കൊന്നുകളയുന്നത്. ഇത്ര പൈശാചികമായി ജീവിക്കുന്ന ആളുകളെ അതിൽ നിന്ന് രക്ഷിക്കുവാൻ ജീവിതത്തിൽ ദൃഢപ്രതിജ്ഞ എടുത്ത് നടക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ഇനി ഞങ്ങളുടെ കൂടെ അവർ വന്നാൽ, ഒരു പ്രാർത്ഥനയ്ക്ക് അവർ വന്നാൽ, ഒരു ആത്മീയ കൂട്ടായ്മയിൽ അവർ പങ്കാളികളായാൽ അയാൾ മദ്യപാനം നിർത്തും, പാപവഴികൾ നിർത്തും, അയാൾ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന നിലയിൽ ജീവിച്ചിരുന്ന സകല ജീവിത ചര്യകൾക്കും പര്യവസാനമാകും. അങ്ങനെ ഒരാൾ നന്നാകുമ്പോൾ ഈ സമൂഹം അയാളെ പ്രശംസിക്കുകയല്ലേ വേണ്ടത്? ഇവിടെ പ്രശംസിക്കുന്നല്ല കാണുന്നത്. പ്രാർത്ഥനക്കാരൻ എന്ന് വിളിച്ച് കളിയാക്കുന്നു, പാസ്റ്ററെ എന്ന് വിളിച്ച് കളിയാക്കുന്നു, കൂടെ കൂട്ടുന്നില്ല, സഹകരിക്കുന്നില്ല, അവരുടെ വീട്ടിൽ നല്ല ഫംഗ്ഷനുകൾ നടക്കുമ്പോൾ വിളിക്കുന്നില്ല. അതിൽ സന്തോഷിച്ച് ജീവിക്കുന്നവരാ ഞങ്ങള്. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണി സന്തോഷത്തോടെ ജീവിക്കുന്നവരാ. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ നിമിത്തം അവർ നിങ്ങളെ പഴിക്കുകയും നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് തുള്ളുവിൻ, കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകുന്നു. അയച്ചപ്പോ കർത്താവ് പറഞ്ഞത്, കുഞ്ഞാടുകളുടെ ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെയാണ് നിങ്ങളെ അയക്കുന്നേ. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞാട് ചെന്നാൽ ആദ്യം എന്ത് ചെയ്യും? കെട്ടിപ്പിടിച്ച് നെറുകയിൽ ഉമ്മ കൊടുക്കുന്നാണോ? ഇത് പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ഒരു പാസ്റ്ററെ കൊണ്ടുപോയി അയാളെ നിർബന്ധിച്ച് അയാളുടെ വായിൽ മദ്യം ഒഴിച്ചു കൊടുത്ത് അയാളുടെ ഫിസിക്ക്, അയാളുടെ ശരീര രൂപമുള്ള ഒരു മനുഷ്യൻ തലയിൽ ഹെൽമെറ്റ് വെച്ച് ആ മനുഷ്യന്റെ ഫോൺ അൺലോക്ക് ചെയ്ത് മദ്യഷാപ്പിൽ പോയി മദ്യം വാങ്ങിച്ച് ആ മനുഷ്യന്റെ ഫോണിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് തെളിവുണ്ടാക്കിയാൽ അത് കേട്ട് വിശ്വസിക്കാനിരിക്കുന്നവരല്ല ഞങ്ങള്. അങ്ങനെ മദ്യവും കഴിച്ച് പാപവഴികളിൽ ജീവിച്ച് ഇതുപോലെ വെള്ളയിട്ട് ആഭരണവും ഊരി വിശ്വാസികളാന്ന് പറഞ്ഞ് നടക്കാൻ മഠയന്മാരല്ല. ഒരു വ്യക്തി ക്രിസ്തുവിൽ വരുന്നത് മാനസാന്തരപ്പെട്ടിട്ടാണ്, അവന്റെ പാപവഴികളോട് വിട പറഞ്ഞിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരുവൻ മാനസാന്തരപ്പെട്ട് വരുന്നതോടെ അവൻ 100% വിശുദ്ധനായെന്നല്ല. കുറവുകൾ ഒരുപാടുണ്ട്. പക്ഷെ ഈ കുറവുകളോട് മുഴുവൻ പോരാടുന്ന ഒരു ആത്മീക അഭിഷേകം അകത്ത് വഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ വാക്കുകൊണ്ട്, ഞങ്ങളുടെ നോക്കുകൊണ്ട്, ഞങ്ങളുടെ ചിന്ത കൊണ്ട്, ഞങ്ങളുടെ ജീവിത ചര്യകൾ കൊണ്ട് സംഭവിക്കുന്ന തെറ്റുകൾ, കുറവുകൾ, ബലഹീനതകൾ, പോരായ്മകളെ അതുമായിട്ട് താതാത്മ്യപ്പെടുവാൻ കഴിയാത്ത ഒരു വിശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളായിട്ടാണ് ഞങ്ങൾ ജീവിക്കുക. അപ്പോഴും ഞങ്ങൾ മാനുഷികമായി പല കുറവുകളുള്ളവരാണ്. പക്ഷെ അതിൽ ഞങ്ങൾ ആനന്ദം കണ്ടെത്തുന്നില്ല. ഇത്ര വലിയ ഒരു അവസ്ഥ, ഈ ഇതുപോലുള്ള ഒരു ആത്മീയ അനുഭവത്തിൽ ജീവിക്കുന്നതിലേക്ക് പണം കൊടുത്ത് ആരെ കൊണ്ടുവരാൻ പറ്റും? ആർക്ക് നിൽക്കാൻ പറ്റും? നമുക്കറിയാം, നമ്മളെല്ലാം സാധാരണ മനുഷ്യരല്ലേ.